Hi friends, welcome to my channel Laisy Daisy Corner. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കറിയാം എല്ലാവരും COVID-19 എന്ന വൈറസിൻ്റെ ഭീതിയിലാണ്. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് സ്റ്റേ സേഫ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മനോഹരമായ ഒരു ഹാൻഡ് എംബ്രോയിഡറി ആണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഇട്ടിരിക്കുന്ന ഈ സാരി ബ്ലൗസിൻ്റെ സ്ലീവിൽ ചെയ്തിരിക്കുന്ന ഈ എംബ്രോയിഡറി എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം. ഈ സാരി ഒരു പഴയ പട്ടുസാരി ആയിരുന്നു. അപ്പം അതിന് ചേരുന്ന ഒരു ബ്ലൗസ് ഞാൻ ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കോ. വീട്ടിലുള്ള പഴയ പട്ടുസാരിയൊക്കെ എടുത്ത് അതിന് ചേരുന്ന ബ്ലൗസ് ഡിസൈൻ ചെയ്തു. നമുക്ക് നോക്കാം ഈ എംബ്രോയിഡറി എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാമെന്ന്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു ഡിസൈൻ നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാനായിട്ട് എല്ലാവർക്കും കാണാമല്ലോ, 2 തരം ബീഡ്സാണ് വേണ്ടത്. കട്ട് ബീഡ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ താഴത്തെ ഡിസൈൻ സ്ലീവിൻ്റെ എൻഡിലുള്ള ഈ സ്റ്റെം, ലീവ്സ്, ഫ്ലവേഴ്സൊക്കെ ചെയ്തേക്കുന്ന കട്ട് ബീഡ്സ് ഉപയോഗിച്ചാണ്. ഞാനിവിടെ കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് ഫുൾ ഫില്ല് ചെയ്യുന്നത് ചെറിയ ഷുഗർ ബീഡ്സ് ഉപയോഗിച്ചാണ് അത് ഫില്ല് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ബീഡ് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്ലാക്ക് കളർ ക്ലോത്താണ് എടുത്തേക്കുന്നത്. അതിനകത്ത് ഞാനിങ്ങനെ ഒരു ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ കണ്ടോ, കുറേ സ്റ്റെംസും ലീവ്സും ഫ്ലവേഴ്സും ആയിട്ടൊരു ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലാക്ക് കളർ ക്ലോത്തിലായതുകൊണ്ട് കണ്ടോ, ബ്ലാക്ക് കളറ് നൂലെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബീഡ് വർക്ക് ചെയ്യുന്ന നീഡിൽ സ്മോൾ ഐ നീഡിലാണ് എടുത്തേക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ എംബ്രോയിഡറി ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ ഈ എല്ലാ സ്റ്റെംസും അങ്ങ് ഫില്ല് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ 3 ബീഡ്സ് ആണ് നമ്മൾ ഫിക്സ് ചെയ്ത് പോകുന്നത്. കണ്ടോ, 3 ബീഡ്സ് കോർത്തു. ഇത് നമ്മളിവിടെ ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ ലാസ്റ്റ് ബീഡിൻ്റെ അവിടെ ഒന്നും കൂടി ഈ നൂലൊന്ന് കോർത്തെടുക്കണം. എന്നിട്ട് ഈ ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇതൊന്ന് കോർത്തെടുക്കണം. അടുത്ത 3 ബീഡ് കോർക്കണേക്കാൾ മുമ്പ് ഇങ്ങനെയൊന്ന് ചെയ്യണം. അത് നമ്മൾ ലോക്ക് ചെയ്യുന്നതിന് തുല്യമാണ്. അടുത്ത ബീഡ് കോർക്കുമ്പോൾ ഈ ബീഡ്സുമായിട്ടൊരു കണ്ടിന്യൂറ്റി കിട്ടും. അങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും ഞാൻ 3 ബീഡ്സ് കോർത്തു. ഈ 3 ബീഡ്സ് ഇവിടെ ഈ ലൈനിൽ തന്നെ ഫിക്സ് ചെയ്തു. ഇതിനകത്ത് ലാസ്റ്റ് ബീഡിൻ്റെ അവിടെ ഇതുപോലെ കുത്തിയെടുത്തു. ഈ ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അതെങ്ങനെയാണ് ചെയ്യണതെന്ന്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ സ്റ്റെം അങ്ങ് ഫില്ല് ചെയ്ത് പോകും. ഇത് 3 ബീഡ്സ് എന്നുള്ളത് വേണമെങ്കിൽ 4 ബീഡ്സ് എടുക്കാം, അതൊന്നും പ്രശ്നമില്ല. അല്ലെങ്കിൽ ഏറ്റവും ഇതായിട്ട് ചെയ്യുവാണെങ്കിൽ, ഏറ്റവും പെർഫെക്ഷനിൽ ചെയ്യണമെങ്കിൽ ഓരോരോ ബീഡ് ഫിക്സ് ചെയ്ത് പോകണം. അപ്പം മനസ്സിലായല്ലോ സ്റ്റെം ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഈ ബീഡിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുത്തിട്ട് ഒന്ന് താഴേക്ക് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും അവിടെ തന്നെ കുത്തിയെടുത്താൽ മതി.
അപ്പോൾ ഈ രീതിയിൽ ഞാൻ ഈ ഫുൾ സ്റ്റെംസ് ഫില്ല് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതാ ഈ സ്റ്റെമ്മിൻ്റെ പാർട്ടെല്ലാം ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് ഉള്ളത് ലീവ്സും ഈ ഫ്ലവേഴ്സുമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ചു കൊടുത്തത് കുറച്ച് മാഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു ചോക്ക് ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതങ്ങനെ തുണിയിൽ മാഞ്ഞു പോണ ടൈപ്പാണ് ഈ ചോക്ക്. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി തെളിച്ച് വരയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ലീവ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലീഫ് എങ്ങനെ നമുക്ക് ഈ ബീഡ്സ് വെച്ച് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഞാൻ ഒരു സൈഡ് ഇപ്പോൾ ഇങ്ങനെ നേരത്തെ നമ്മൾ സ്റ്റെം ചെയ്ത പോലെ 3 ബീഡ്സ് വെച്ച് ലോക്ക് ചെയ്ത് അതേ സെയിം പാറ്റേണിൽ തന്നെ ലീഫിൻ്റെ ഒരു സൈഡ് ഫില്ല് ചെയ്യുക. അതാ നമ്മുടെ ഒരു സൈഡ് ലീഫിൻ്റെ ഒരു സൈഡ് നമ്മൾ ഈ രീതിയിൽ ചെയ്തു. ഇനി ഓപ്പോസിറ്റ് എൻഡ് നമ്മൾ ഒന്നിച്ച് ഒറ്റ ലൈനായിട്ട് ഈ ബീഡ്സ് വെക്കാൻ പോകണം. അപ്പോൾ ആ സ്റ്റൈലും ഞാൻ കാണിച്ചു തരാം. ഇത് ഇത്രയും കൂടി ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബീഡ്സ് കോർത്തിട്ട് ഫിക്സ് ചെയ്തു, അത്രേ ചെയ്തുള്ളൂ. ഇനി നമ്മളിത് നമ്മുടെ വേണ്ട ഷേപ്പിൽ പിടിച്ചിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നൂല് വെച്ചൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? അപ്പോൾ ലീഫിൻ്റെ നമ്മുടെ ഔട്ടർ ഷേപ്പായി. ഇനി നമ്മൾ ഈ ഉള്ളിൽ ഒരു ലൈൻ ഇങ്ങനെ കൊടുക്കണം. നമ്മൾ ഈ ലീഫിൻ്റെയൊക്കെ നടുക്കൊരു ലൈൻ കണ്ടിട്ടില്ലേ? ആ ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. കണ്ടോ? ഇങ്ങനെ. ഇതിങ്ങനെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക നൂല് വെച്ച്. ഓക്കെ, അപ്പം നമ്മുടെ എല്ലാ ലീവ്സും ഒരുവിധം കഴിഞ്ഞു.
ഇനി നമുക്ക് 3 ഫ്ലവേഴ്സാണ് റിമൈനിങ് ഉള്ളത്. അതിപ്പോൾ എല്ലാം മാഞ്ഞു പോയി. നമുക്കൊന്നും കൂടി വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ 3 ഫ്ലവേഴ്സും കൂടിയാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഇനി നമുക്കിതിനകത്ത് ചെയ്യാനുള്ളത് ഇതിൻ്റെ അകത്ത് ഈ ഫ്ലവേഴ്സാണ്. അപ്പോൾ അതിനകത്ത് 2 ഫ്ലവേഴ്സ് ഞാൻ ചെയ്തു ഓൾറെഡി. ഇനി ഒരെണ്ണം കൂടിയുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഫ്ലവർ ഡിസൈൻ ഇവിടെ നമ്മൾ റഫായിട്ട് വരച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു ബീഡ് വയ്ക്കുക. ഓക്കെ, അപ്പോൾ സെൻറ്ററിൽ ബീഡ് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോ പെറ്റൽസായിട്ട് 1 by 1 ചെയ്യുക. അപ്പോൾ അതിന് നമ്മൾ എടുക്കാൻ പോണത് ഓരോ പെറ്റലിനും 8 ബീഡ്സ് വെച്ചാണ്. നമുക്ക് ഈ പെറ്റലിൻ്റെ സൈസ് അനുസരിച്ച് ബീഡിൻ്റെ എണ്ണം കൂട്ടാം. വലിയ പെറ്റൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ബീഡ്സ് എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ബീഡ്സ് എടുത്തിട്ട് നമ്മൾ ആ സൂചി കുത്തി അതേ പ്ലേസിൽ നമ്മൾ കുത്തിയെടുത്ത് അതേ പ്ലേസിൽ തന്നെ തിരിച്ചു കുത്തുക. കണ്ടോ? എന്നിട്ട് ആ പെറ്റലിൻ്റെ ഷേപ്പിൽ നമുക്ക് വേണ്ട പൊസിഷനിൽ വെച്ചിട്ട് നമ്മളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ലാസ്റ്റ് ബീഡ് ഒന്ന് ഇവിടെ ഫിക്സ് ചെയ്യുക, ഇത് അഴിഞ്ഞു പോകാതിരിക്കാനായിട്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒരു 3-4 സ്ഥലത്തൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു പെറ്റലായി. നമ്മൾ അടുത്ത പെറ്റലിന് കുത്തിയെടുക്കുകയാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ആ കുത്തിയെടുത്ത് കൊടുത്ത് തിരിച്ചു കുത്താം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതൊന്ന് അവിടെ ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ആ ലാസ്റ്റ് ബീഡിൻ്റെ അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പെറ്റലിൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ട് ബീഡ്സ് വെച്ച് കൊടുക്കും. ആ ഫ്ലവറിന് ഒരു ഫിൽഡ് ഫീലിംഗ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ? അപ്പം നമ്മളിങ്ങനെ 2 ബീഡ് വെച്ച് കൊടുക്കും. നമ്മൾ അടുത്ത പെറ്റലിൻ്റെ ഉള്ളിൽ 2 ബീഡ് വെച്ച് കൊടുക്കാൻ പോകും. അപ്പം നമ്മൾ ഉള്ളിൽ ഈ ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്യുമ്പോൾ
ഈ പെറ്റലിൻ്റെ ഷേപ്പ് നല്ല റൗണ്ട് ആയിക്കോളും. കണ്ടോ? അപ്പോൾ ഫ്ലവർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇതിൻ്റെ ഈ സ്റ്റെമ്മും ഇതിൻ്റെ ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ ആയിട്ടുള്ള ഈ ഡിസൈൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ഒന്നുകൂടെ സിമ്പിളായിട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ഓരോരോ ബീഡ് നമ്മൾ ഇതിൻ്റെ ഈ ഡിസൈൻ്റെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കുക. അപ്പം എപ്പോഴും നമ്മൾ ഒന്ന് ലോക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതുപോലെ നമ്മൾ ഈ ഷുഗർ ബീഡ്സ് ഇടയ്ക്ക് വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയാണ്. കാരണം നമ്മൾ വലിയ ബീഡ്സ് വെക്കണേക്കാളും ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ഷുഗർ ബീഡ്സ് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ എല്ലാ ക്യാപ്പുകളിലും വെക്കാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ഹാൻഡ് എംബ്രോയിഡറി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതൊരു സാരി ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, നമുക്കെല്ലാവർക്കും ഇതുപോലത്തെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാൻ പറ്റും. വീട്ടിലിരുന്ന് സ്വന്തമായിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാമെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഈ വർക്ക് എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു. അടുത്തൊരു ആർട്ട് വർക്കുമായി നമുക്ക് വീണ്ടും കാണാം.